തീർച്ചയായിട്ടും ഒരു ബിഗ് വിജയമാണ് തിരുവല്ല കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബിഗ് വിജയം ഇന്ത്യക്ക് തിരുവല്ലയിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ ബിഗ് വിജയത്തിലേക്ക് എത്താൻ എന്തെങ്കിലും ഡീലുണ്ടോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരാണ് ആദ്യം ചോദിക്കുന്നത്, കോൺഗ്രസും ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്തെങ്കിലും ഡീലുണ്ടോ ബി.ജെ.പിക്ക്? തിരുവല്ലയിൽ ഒരു ഡീലുണ്ട്. അത് ഞാനും എൻ.ഡി.എയും ജനങ്ങളും തമ്മിലൊരു ഡീലുണ്ട്. ജനങ്ങൾ കുറെ നാളുകളായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ശക്തനായ ഒരു നേതാവ് മുമ്പിൽ നിന്ന് നയിക്കാൻ വേണം. അത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. അപ്പൊ അങ്ങനൊരു ഡീല് ജനങ്ങളുമായിട്ട് ഞാൻ കുറേ നാളുകൾ മുമ്പ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഡീല് തിരുവല്ലയിൽ വർക്കൗട്ട് ആവും. അതുകൊണ്ട് ആ ഡീലിൽ കൂടി ഞാൻ തിരുവല്ലയിൽ വിജയം നേടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള ഡീലുകൾ മറ്റു രണ്ട് മുന്നണികളും തമ്മിലാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ആ ഡീലിനകത്ത് ഭാഗമുള്ളത്. കാരണം ഞാൻ പറയാതെ പറയുകയാണ്, ഇവിടെ തിരുവല്ല ജനങ്ങൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു UDF-ന്റെ ഒക്കെ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നത്. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഞാൻ പോസ്റ്റൊക്കെ കാണുകയുണ്ടായി.